അമേരിക്കയെ കുടിച്ച വെള്ളത്തിൽ പോലും വിശ്വസിക്കാൻ പറ്റില്ല എന്ന കാര്യം പൂർണ്ണമായിട്ട് ഉറപ്പായി. പല ആൾക്കാരെന്ന് അറിയോ, ഇറാനിലേക്ക് അമേരിക്കൻ്റെ ഭാഗത്ത് ശക്തമായൊരു ആക്രമണം, പല ദ്വീപിലേക്കും പല ശക്തമായിട്ടുള്ള ആക്രമണമാണ് അമേരിക്ക നടത്തിയിട്ടുണ്ട്. അതിന് തിരിച്ചടി എന്ന രൂപത്തിൽ അതിശക്തമായ തിരിച്ചടി ഗൾഫ് കൺട്രിയിലേക്കും അമേരിക്കൻ്റെ ബേസിലേക്കും ഇറാൻ അടിച്ചു കഴിഞ്ഞു. ഇനി ശക്തമായി അടിക്കുന്ന പറയുന്ന കാര്യം എന്താ പറയുക, മനസ്സിലാക്കുന്ന കാര്യം എന്താ അറിയോ, വ്യക്തമായി ട്രംപിനെ ഞങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന അറിയുന്നത്, ഡൊണാൾഡ് ട്രംപിനെ ഞങ്ങൾ ഇല്ലായ്മ ചെയ്യും. അതാണ് ഇറാൻ പറയുന്നത്. ട്രംപ് ഈ യുദ്ധം എന്താ പറയുക 60 ദിവസത്തേക്കുള്ള കരാറുകൾ മുമ്പോട്ട് പോയതുകൊണ്ട് മാത്രമാണ് ട്രംപ് ജീവിച്ചിരിക്കുന്നതെന്നാണ് ഇറാൻ പറയുന്നത്. ട്രംപിനെ ഞങ്ങൾ ലക്ഷ്യം വെച്ച് കഴിഞ്ഞു. അത് ഞങ്ങൾ ഇറാനാ പറയുന്നത്, മനസ്സിലാക്കണം. വേറെ രാജ്യങ്ങൾ പറയുന്നമായിരുന്നല്ല ഇറാൻ പറയാന്ന് പറയും. ഇറാൻ ഇതുവരെ പറഞ്ഞതൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ യുദ്ധം 60 ദിവസത്തെ വെടിനിർത്തൽ കരാർ ലംഘിച്ചുകൊണ്ട് ഇറാൻ ആക്രമണം നടത്തിയതാണ് പറയുന്നത്. എന്താ പറയുക, ഹോർമൂസ് കടലിൻ്റെ തൊട്ടപ്പുറത്തെ പ്രദേശത്തൂടെ എന്താ പറയുക അമേരിക്കനെ തന്ത്രങ്ങൾ ഉപയോഗിച്ച് വേറൊരു വഴിയിലൂടെ കപ്പലുകൾ പോകാൻ ശ്രമിച്ചു. അത് ഹോർമൂസ് കടലിൻ്റെ തൊട്ടപ്പുറം സിറിയൻ്റെ ഭാഗത്തേക്കായിട്ട് ആ രൂപത്തിൽ പോകാൻ ശ്രമിച്ചു. ആ സമയത്ത് ഇറാനിൽ എന്താ പറയുക ഇറാൻ്റെ ഹോർമൂസ് കൂടുതലിന് ഒരു ബുദ്ധിമുട്ടായി മാറും. അത് മനസ്സിലാക്കിയ ഇറാൻ ആ കപ്പലിനെ പൂർണ്ണമായും തകർത്തു. ആ ഒരു കാരണം കൊണ്ടാണ് അമേരിക്ക ഇപ്പം എന്താക്കിയത്, ഇവിടേക്ക് മിസൈൽ ശക്തമായി തിരുത്തുന്ന ഇനി വരും മണിക്കൂറിൽ ഇറാനെ സംബന്ധിച്ച് പറയുന്നത് അറിയോ, അതിശക്തമായ ആക്രമണങ്ങൾ അമേരിക്ക നേർക്കുണ്ടാവുന്ന പറയുന്നത്. എല്ലാ വിധത്തിലും ഇസ്രായേലിലേക്ക് യുദ്ധം എന്താ പറയുക, ഏത് വിധത്തിലും ഇനി എന്ത് സംഭവിക്കുന്നു പറയാൻ കഴിയില്ല. ഒരു വിമാനം പോലും അമേരിക്കയുടെ ഒരു വിമാനം പോലും ഇസ്രായേലിൻ്റെ ഒരു വിമാനം പോലും ഞങ്ങളെ ഈ പ്രദേശത്തൂടെ പോകാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഞങ്ങൾ ഇല്ലാണ്ടാക്കുമെന്നാണ് പറയുന്നത്. മനസ്സിലാക്കാൻ കാരണം എന്താ പറയുക, ഇറാനാണ് പറയുന്നത്. ഇപ്പം ഇറാനെ സംബന്ധിച്ചുള്ള ആയുധങ്ങൾ മനസ്സിലാക്കാൻ ലോക്കൽ ആയുധങ്ങളൊക്കെ തന്നെ ഇറാൻ ഉപയോഗിച്ച് കഴിഞ്ഞു. ആ ലോക്കൽ ആയുധങ്ങൾ കൊണ്ട് തന്നെ അമേരിക്കക്കും ഇസ്രായേലും എത്രത്തോളം വിപത്തുകൾ എത്രത്തോളം നാശങ്ങൾ ഉണ്ടെന്ന് നമ്മൾ ചിന്തിച്ചാൽ അറിയാം. ഇപ്പം വരാൻ പോകുന്ന ആയുധം എന്ന് പറഞ്ഞാൽ വളരെയധികം എന്താ പറയുക കിലോ കണക്കിന് എന്താ പറയുക 2000, 3000, 4000 സ്ഫോടനം തയ്ക്കാൻ പറ്റുന്ന ഹൈപ്പർ മിസൈലുകളാണ് വരാൻ പോകുന്നത്. ആ മിസൈൽ ഉപയോഗിച്ചിട്ടായിരിക്കും ഇനി ആക്രമണം ഇറാൻ നടത്തുക. ഏത് വിധം ഹോർമൂസ് കടലിനെ പൂർണ്ണമായിട്ട് അടിക്കുമെന്ന് പറയുന്നുണ്ട്. ഒരു ഭാഗത്തൂടെയും പോകാൻ കഴിയില്ല. യുദ്ധം അവസാനിപ്പിക്കാൻ തന്നെ അമേരിക്കൻ ആവശ്യമാണ്, ട്രംപിൻ്റെ ആവശ്യമായിരുന്നു. ഇനി ട്രംപിനെ ഞങ്ങൾ ടാർഗറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. അത് പറയുന്നത് ഇറാനാണ്, ശ്രദ്ധിക്കണം. ഇറാൻ പറയുന്ന കാര്യങ്ങൾ ഇത്രയും കാലം നടക്കാതെ പോയിട്ടില്ല. ഇറാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ അച്ചടി അവർ ചെയ്തിട്ടുണ്ട്. ഇറാനെ പേടിക്കണം. കാരണം ഇറാൻ പേടിച്ചുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് യുദ്ധം അവസാനിച്ച് പോയത്. പേടിച്ചിട്ടാണ്. ഇസ്രായേലിൽ വരെ ചൊടിപ്പിച്ചുകൊണ്ട് പോകാൻ കാരണം പേടിച്ചിട്ടാണ്. അതിശക്തമായ തിരിച്ചടി കിട്ടുകൊണ്ടാണ്. ഇനി എന്തൊക്കെ സംഭവിക്കും, ഇനി വരും മണിക്കൂറിൽ എന്തൊക്കെ ഈ പറയുന്ന വോയിസ് ഞാൻ അയക്കിയ സമയത്ത് വരെ ഇറാന്റെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ സംഭവിക്കും പറയാൻ കഴിയില്ല. അമേരിക്കയെ സംബന്ധിച്ചോളം എന്ത് ചെയ്താലും പ്രശ്നമില്ല. കാരണം പറയുമോ, ഇറാനെ സംബന്ധിച്ചോളം ഇപ്പോൾ എല്ലാവിധ ടെക്നോളജികളും അവർ കയ്യെത്തിപ്പെട്ടു. പറക്കുന്ന ജംഗ്ലി പോലെ സാധനങ്ങളൊക്കെ ഇറാന്റെ വശത്തുള്ളത് ആകാശത്താണുള്ളത്. ആ സാധനം ആകാശത്ത് വെച്ചിങ്ങാണ് കപ്പലിനെയും അതുപോലെ തന്നെ വിമാനത്തെയും ഹെലികോപ്റ്ററിനെയും സകലതും തകർക്കാൻ കഴിയുന്നതാണ് പറയുന്നത്. ആ ജഗ്ലി പോലെ സാധനങ്ങൾ, ജഗ്ലി എന്നാ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലാന്നുണ്ട്, വ്യക്തമായി തരാം. ഒരു ജെല്ല് പോലെ സാധനം അത് ഇറാൻ്റെ ആകാശത്താണ്, കിലോമീറ്ററോളം മുകളിലാണ്. ആ സാധനം ഒരു വല്ലാത്തൊരു സാധനമാണ്. അതിലെങ്ങനെ എയില വന്നാലും ആ 1000 കിലോമീറ്റർ ചുറ്റളവിൽ കൂടെ ഏത് വിമാനം വന്നാലും ശരി, കപ്പൽ വന്നാലും ശരി, ഹെലികോപ്റ്റർ വന്നാലും ശരി, മിസൈൽ വന്നാലും ശരി, ഈ സാധനം അത് ക്യാച്ച് ചെയ്യും. അത് ഇത് ശക്തമായി തിരിച്ചടി കൊടുക്കും. ആ കപ്പലിനെയും എല്ലാ സാധനത്തെയും തകർക്കാൻ കഴിയുന്ന ടെക്നോളജിക്കൽ സാധനങ്ങളാണുള്ളത്. അതുപോലെ ഒരുപാട് പുതിയ സാധനങ്ങൾ വരാനുമുണ്ട്. ഇനി എന്തൊക്കെ സംഭവിക്കുന്നുള്ളത് കാത്തിരുന്ന് കാണാം. യുദ്ധം ഒന്നിനും പരിഹാരമല്ല. അത് നമുക്ക് എല്ലാവർക്കും അറിയാൻ കാണാം. അമേരിക്കൻ പ്രസിഡന്റ് എന്തൊക്കെ അടി വാങ്ങും, അമേരിക്കൻ പ്രസിഡന്റ് തീരുമോ, അതൊക്കെയാണ് ഇനി ചോദ്യങ്ങൾ കാണുന്നത്. ഇറാനാ പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് തീർക്കുന്നുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസുകൾ എല്ലാ ചാനലിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും യുദ്ധം ഒന്നിനും പരിഹാരമല്ല. എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. താങ്ക് യു വെരി മച്ച്.